സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മാലദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ തമിഴ്നാട്ടിന് മുകളിൽ ചക്രവാത ചുഴിയും മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത 7 ദിവസം മഴ ശക്തമാകുന്നത്. അതേസമയം 4 ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. 3 ദിവസത്തേക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ദിവസത്തേക്ക് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കുഴിവിളയിലും അരശമൂടും മുക്കോലമുക്കും ഉള്ളൂരിലും വീടുകളിലും കടകളിലും വെള്ളം കയറി. വഴുതക്കാട് കലാഭവൻ തിയേറ്ററും വെള്ളത്തിലായി. അട്ടക്കുളങ്ങരയിലും ചാലയിലും കിള്ളിപ്പാലത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ഈ വെള്ളം അത്രയും ഈ ഓടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ ഓടകൾ കോരി സൈഡിലിടും. ഈ മണ്ണിനെ തിരിച്ച് അതിലിരുന്ന് പോകും. ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ വേനൽ മഴ 2 ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാറില്ല. ഇവിടെ അവിടെ കണ്ടാൽ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? വെള്ളം. നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് പോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന്
സ്റ്റാർട്ട് ചെയ്ത വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിൽ അടക്കം അത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.